എല്ലായ്പ്പോഴും വിവാദങ്ങളുമായി സോഷ്യൽ മീഡിയ നിറയുന്ന ഒരാളാണ് ഡാൻസർ സത്യഭാമ. വിവാദങ്ങൾ എന്നാൽ അതിൽ 99% ആരെങ്കിലുമൊക്കെ അധിക്ഷേപിക്കുന്നത് തന്നെയാണ്. നല്ല കാര്യങ്ങൾക്ക് ഈ കുലസ്ത്രീ വായ തുറക്കാറില്ല. വാ തുറന്നാൽ അങ്ങേയറ്റം മോശം ഭാഷയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ നടിയും ഓട്ടംതുള്ളൽ കലാകാരിയുമായ സ്നേഹ ശ്രീകുമാറിനെ വളരെ രൂക്ഷമായ ഭാഷയിൽ അധിക്ഷേപിക്കുകയാണ് സത്യഭാമ. മാസങ്ങൾക്ക് മുമ്പ് RLV രാമകൃഷ്ണനുമായി ബന്ധപ്പെട്ട് സത്യഭാമ നടത്തിയ വിവാദ പരാമർശങ്ങളിൽ സ്നേഹയും പ്രതികരിച്ചിരുന്നു. RLV രാമകൃഷ്ണനെ പിന്തുണച്ചും സത്യഭാമയെ വിമർശിച്ചുമായിരുന്നു അന്ന് സ്നേഹയുടെ പ്രതികരണം. അതിനുള്ള മറുപടിയാണ് ഫേസ്ബുക്ക് വീഡിയോയിലൂടെ സത്യഭാമ ഇപ്പോൾ പങ്കുവച്ചത്. സ്നേഹ ശ്രീകുമാറിനെ നികൃഷ്ടമായ രീതിയിൽ ബോഡി ഷെയ്മിംഗ് ഉൾപ്പെടെ നടത്തിയാണ് സത്യഭാമ വിമർശിക്കുന്നത്. തന്നെ വിമർശിച്ചതിനുള്ള ശിക്ഷയായിട്ടാണ് സ്നേഹയുടെ ഭർത്താവ് കേസിൽ ഉൾപ്പെട്ടതെന്ന് പറഞ്ഞ സത്യഭാമ കഞ്ഞി കുടിച്ച് ജീവിക്കാൻ വേണ്ടിയല്ലേ നീ അഭിനയിക്കാൻ പോയതെന്നും ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇതേ ചോദ്യം സത്യഭാമയോടും ചോദിക്കാവുന്നതല്ലേ? നിങ്ങളിപ്പോഴും ഡാൻസ് പഠിപ്പിക്കുന്നത് മോക്ഷം കിട്ടാനൊന്നുമല്ലല്ലോ, കഞ്ഞി കുടിക്കാൻ തന്നെയല്ലേ? ഇനി കഞ്ഞി എന്നത് ഉന്നത കുലജാതർക്ക് പറ്റില്ലെങ്കിൽ അതിനെ പാൽക്കഞ്ഞി എന്ന് തിരുത്താം. എന്നാലും ഒരു കഞ്ഞിക്ക് വേണ്ടി തന്നെയാണ് നിങ്ങളും ലോകത്തുള്ള മിക്കവാറും ആളുകളുമൊക്കെ ജോലി ചെയ്യുന്നത്. ഡാൻസർ സത്യഭാമയുടെ വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. ഞാൻ കുറച്ച് വിവാദങ്ങൾ ഉൾപ്പെട്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് വിവാദമായി നിങ്ങൾക്ക് തോന്നിയെങ്കിലും എനിക്ക് തോന്നിയിട്ടില്ല. ആ പ്രശ്നമുണ്ടായ സമയത്ത് കുറേ പേർ എന്നെ അനുകൂലിച്ച് സംസാരിച്ചിരുന്നു. എന്നാൽ കുറേ പേർ മാനസികമായി തകർക്കുന്ന രീതിയിൽ പ്രതികരിച്ചിരുന്നു. ഒറ്റയ്ക്ക് പോരാടി വന്ന ഒരാളാണ് ഞാനെന്നൊക്കെയാണ് സത്യഭാമ പറയുന്നത്. മറിമായത്തിലാണ് എന്നെ വിഷമിപ്പിച്ച എനിക്കെതിരെ പോസ്റ്റിട്ട ഒരുത്തി ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അവളെ അറിയാം. ആകപ്പാടെ ഉരുണ്ട് പെരണ്ട് ഇരിക്കുന്ന ഒരുത്തി. അവൾ എന്നെ വിശേഷിപ്പിച്ചത് ഈ സ്ത്രീ എന്നാണ്. അവർ പറഞ്ഞതെല്ലാം എൻ്റെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നും സത്യഭാമ പറയുന്നു. എന്നെ വിമർശിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിനക്ക് കിട്ടി, നിന്റെ ഭർത്താവ് പീഡന കേസിൽ പ്രതിയായി, ഞങ്ങളതൊക്കെ മറക്കുമെന്ന് നീ വിചാരിച്ചു. അതിനാണ് ദൈവം എന്ന ശക്തിയുള്ളത്. ഒരാളെ അറിയാതെ വെറുതെ ഒന്നും പറയരുതെന്നും സത്യഭാമ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അങ്ങനെ പോവുകയാണ് സത്യഭാമയുടെ അധിക്ഷേപ പരാമർശങ്ങൾ. എന്നാൽ ഈ വിഷയത്തിൽ സ്നേഹ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സ്നേഹയുടെ ശാരീരിക പ്രത്യേകതകളെ കടന്നാക്രമിച്ചുകൊണ്ടാണ് സത്യഭാമ ആ വീഡിയോയിൽ മുഴുനീളെ സംസാരിക്കുന്നത്. വീർത്ത കവിളും ആകപ്പാടെ ഉരുണ്ടിരിക്കുന്ന ഒരുത്തി എന്ന് സ്നേഹയെ വിശേഷിപ്പിച്ച അവർ പിണ്ടോദരി മോളെ എന്ന് വിളിച്ചാണ് അധിക്ഷേപം തുടരുന്നത്. സ്നേഹ അഭിനയിക്കുന്ന ജനപ്രിയ പരിപാടിയായ മറിമായത്തെയും സത്യഭാമ ആ വീഡിയോയിൽ വളരെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നുണ്ട്. ഒരാളുടെ ശരീരപ്രകൃതിയെ അധിക്ഷേപിച്ചുകൊണ്ട് പ്രതികരിക്കുന്നവർ മാനസികമായി അത്രയ്ക്ക് അധപ്പതിച്ചവരായിരിക്കും. യാതൊരു നിലവാരവും ഇല്ലാത്ത ഒരാളാണ് താനെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഈ ഡാൻസർ സത്യഭാമ. RLV രാമകൃഷ്ണനുമായി ചേർന്ന് നൃത്തം ചെയ്യാമോ എന്ന സ്നേഹയുടെ പഴയ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇപ്പോഴത്തെ ഈ വിദ്വേഷ പ്രസംഗം. അന്ന് രാമകൃഷ്ണനെയും നിറത്തിന്റെ പേരിൽ അപമാനിച്ച ആളാണ് സത്യഭാമ. ഇവരുടെ ഇത്തരം ജൽപ്പനങ്ങൾ കാണുമ്പോൾ മാനസിക സമനില തെറ്റിയ പോലെയാണ് തോന്നുന്നത്. നിങ്ങൾ കലാമണ്ഡലത്തിൽ നിന്നും ഡാൻസ് പഠിച്ചതുപോലെ രാമകൃഷ്ണനും ഡാൻസ് പഠിച്ചിട്ടുണ്ട്. അയാൾ ഇപ്പോൾ പ്രൊഫസറായി കലാമണ്ഡലത്തിൽ ജോലി ചെയ്യുന്നു. നിങ്ങൾ ചെയ്യുന്ന ജോലിയും അയാൾ ചെയ്യുന്ന ജോലിയും ഒന്നു തന്നെയാണ്. ഒരു ഡോക്ടർ സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്യുമ്പോൾ ചില ഡോക്ടർമാർ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്നു. അതേപോലെയാണ് നിങ്ങൾ രണ്ടുപേർ. സ്നേഹ ഓട്ടൻതുള്ളൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിപ്പിക്കുവാനും അവർക്ക് കഴിയും. അവർക്ക് അഭിനയിക്കാൻ കഴിവുണ്ടെങ്കിൽ അഭിനയിക്കുകയും ചെയ്യും. ജനങ്ങൾ അത് അംഗീകരിക്കുന്നുമുണ്ട്. നിങ്ങൾ വീട്ടിൽ കുറച്ചുപേരെ നൃത്തം പഠിപ്പിക്കുന്നു എന്നതുകൊണ്ട് ഒരു വിശ്വനർത്തകിയൊന്നും ഒരിക്കലും ആവില്ല. നാട്ടിൽ ഏതൊരു വിഷയം നടന്നാലും അതിൽ സ്ത്രീവിരുദ്ധമായ അല്ലെങ്കിൽ ദളിത് വിരുദ്ധമായ നിലപാടുകൾ എടുക്കുക എന്നതിൽ കവിഞ്ഞ് യാതൊരു സാമൂഹിക ഇടപെടലും നിങ്ങൾ നടത്തുന്നുമില്ല. മറ്റുള്ളവരെ ബോഡി ഷേമിംഗ് നടത്തുന്ന നിങ്ങൾ മാനസിക പക്വതയുണ്ടെങ്കിൽ സ്വയം ഒന്ന് വിലയിരുത്തുക. അതോടെ ഇത്തരം പ്രതികരണ വീഡിയോകൾ ഇടുമ്പോൾ ആ ഭാഷയ്ക്ക് അല്പം മാന്യത കൈവരും. രാജാവിൻ്റെ കൊട്ടാരത്തിൽ നൃത്തം ചെയ്ത് പട്ടും വളയുമൊക്കെ വാങ്ങുന്ന കാലമെല്ലാം കഴിഞ്ഞുപോയി. കലാകാരന്മാർ അവരുടെ കഴിവിനൊപ്പിച്ച് പല പ്ലാറ്റ്ഫോമിലും പെർഫോം ചെയ്യും, പണം സമ്പാദിക്കും. ഇപ്പോഴും പൊന്നുതമ്പുരാന്റെ ചക്രത്തിലും പള്ളിക്കഞ്ഞിയിലും സിന്ദൂരപ്പൊട്ടിൻ്റെ വലുപ്പത്തിലും മാത്രം മഹത്വം കാണുന്നവർ വീട്ടിലിരുന്ന് തുള്ളിക്കളിക്കുന്നതാണ് നല്ലത്. ആളുകളുടെ സ്നേഹവും ബഹുമാനവും പിടിച്ചുപറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും വെറുപ്പ് മാത്രം സമ്പാദിക്കാനായി സമൂഹത്തിലേക്ക് ഇറങ്ങരുത്. വെറുമൊരു പഴയകാല ഡാൻസർ മാത്രമാണ് സത്യഭാമ എന്ന് കേരളം മൊത്തം തിരിച്ചറിയുന്നുണ്ട്. സത്യഭാമക്ക് മാത്രമേ അതിന് മനസ്സിലാകാൻ ബാക്കിയുള്ളൂ.